ഇതാണ് ഗ്രനാരോ J13 സ്ട്രിക്ട്ലി ഫോർ ബിഗിനേഴ്സ് മൈക്ക് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. ആക്ച്വലി ഇതൊരു അൺബോക്സിങ് വീഡിയോ ഒന്നുമല്ല. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ലുക്കും ബാക്കി ഈ പൈസ ഇത് വെർത്താണോ എന്ന് നോക്കണമെന്ന് മാത്രമാണ്. പിന്നെ അതിൻ്റെ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്രനാരോ എന്ന് പറയുന്ന J13 എന്ന് പറയുന്ന ഒരു മൈക്കാണ്. വയർലെസ് മൈക്കാണ്. നമ്മളെ ഫോണിൽ കണക്ട് ചെയ്യാം. നോയ്സ് ക്യാൻസലേഷൻ അത്യാവശ്യം കൊള്ളാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് വാങ്ങിച്ചത്. വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതെന്നെ സംബന്ധിച്ച് ഒരു സ്ട്രിക്ട്ലി ഒരു ബിഗിനേഴ്സ് മൈക്കാണ്. അതായത് 600 രൂപയ്ക്ക് നമുക്ക് ഇതേപോലത്തെ ഒരു മൈക്ക് കിട്ടും ഗ്രനാരോയിൽ. അത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയില്ല. എന്തായാലും നമ്മൾ ഒരു ബിഗിനർ, പക്ഷേ നമുക്ക് കുറച്ച് ക്വാളിറ്റിയും വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സാധനം ചൂസ് ചെയ്തത്. ഇതിൻ്റെ സിംഗിൾ മൈക്കും കിട്ടും. സിംഗിൾ മൈക്ക് 1300 രൂപയുള്ളൂ. ഈ സെയിം ഇതേപോലത്തെ കേസ് തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ ചെറുതായിരിക്കും. ഒരെണ്ണം മാത്രമേ ഉള്ളത്. എന്തായാലും നമ്മൾ വാങ്ങിക്കണമല്ലോ എന്ന് ഓർത്ത് രണ്ടെണ്ണം. മാക്സിമം എൻ്റെ ബഡ്ജറ്റ് 1500 റേഞ്ച് ആയിരുന്നു. പക്ഷേ നമുക്കിത് ഓഫറിൽ ഫ്ലിപ്കാർട്ടിൽ 1600 രൂപയ്ക്ക്, ആമസോണിൽ 1700 ആ റേറ്റിനാണ് വന്നത്. ഞാൻ അപ്പോഴാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് അറൗണ്ട് ആ പ്രൈസാണ് ആയിട്ടുള്ളത്. അപ്പോൾ 1500 രൂപ ബഡ്ജറ്റിൽ എന്ന രീതിയിലാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ഇതിലോട്ട് എത്തിപ്പെട്ടത്. ഞാൻ വലുതായിട്ട് വേറെ വലിയ ബ്രാൻഡുകൾ നോക്കില്ല. ആമസോണിൽ നോക്കിയതിൽ വെച്ച് എനിക്ക് ഇതാണ് കുഴപ്പമില്ല എന്ന് തോന്നിയത്. പിന്നെ അത്യാവശ്യം കുറേ ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. റേറ്റിങ്ങും കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് വാങ്ങിച്ചത്. പിന്നെ ഒരു 2-3 വീഡിയോ ഞാൻ കണ്ടപ്പോഴത്തേക്ക് നോയ്സ് ക്യാൻസലേഷൻ ലെവലും അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല എന്നുള്ളതിൽ എനിക്ക് തോന്നി എന്നുള്ളതുകൊണ്ടാണ് ഇത് തന്നെ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ചെയ്തത്. ഇതിങ്ങനെ ഒരു കവറിലാണ് ഈ സാധനം വരുന്നത്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേസ്. ഇതിനകത്ത് ആക്ച്വലി 2 നമ്മളെ ട്രാൻസ്മിറ്ററും ഒരു റിസീവറുണ്ട്. റിസീവറാണ് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യണത്. അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട് കേട്ടോ. അറൗണ്ട് 20 മീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് പറഞ്ഞത്. റേഞ്ച് ടെസ്റ്റ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് വേറൊരു ഷോർട്ട്സ് ആയിട്ട് റേഞ്ച് ടെസ്റ്റ് ഞാൻ ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കയ്യിലെടുക്കുമ്പോഴൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീലുണ്ട്. ആ ഒരു ക്വാളിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ലിഡൊക്കെ കുറച്ച് ലൂസാണ്. ഈ നമ്മൾ ട്രാൻസ്മിറ്റർ ഉണ്ട് ഹോൾഡ് ചെയ്തേക്കണെങ്കിലും വലിയൊരു സ്ട്രോങ് അല്ല. മാഗ്നറ്റ് കുറച്ച് വീക്കാണ്. നമ്മളെ ബാക്കിയുള്ള ഈ ഹെഡ്സെറ്റ് ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്നത് കുറച്ച് ലൂസാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നും എൻ്റെ വ്യൂവിൽ പറയുകയാണ്, ഞാനിത് എപ്പോഴും നമ്മൾ ഈ ഹെഡ്സെറ്റ് പോലെ യൂസ് ചെയ്യണമല്ല. അത്യാവശ്യം കെയർ ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഇത് യൂസ് ചെയ്യണുള്ളൂ എന്നൊക്കെ ഉള്ളതുകൊണ്ടും ബഡ്ജറ്റ് ഇങ്ങനെ ആയതുകൊണ്ടും നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കത് വലിയ സീനായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അതിനകത്തൊരു ബുക്ക്ലെറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ ജസ്റ്റ് വായിക്കണം എന്നുള്ളവർക്ക് വായിച്ചു നോക്കാം. ഞാൻ പ്രത്യേകിച്ച് വായിച്ചു നോക്കില്ല, കാരണം ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. വലിയ തലപോണ കേസൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ 2 ട്രാൻസ്മിറ്ററിലും അതിനകത്തൊരു C ടൈപ്പ് പോർട്ട് കൊണ്ട് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ആക്ച്വലി ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഓഡിയോ ലൈവ് കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു C ടൈപ്പ് കേബിൾ അതിനകത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലൈവായിട്ട് കേൾക്കാൻ പറ്റും. നമ്മൾ പറയുന്ന ഓഡിയോ തന്നെ അതിനാണ് ആ സാധനം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്കത് ചാർജ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമ്മളെ ഈ ചാർജിങ് കേസ് കംപ്ലൈൻ്റ് ആയി പോയാലും നമുക്ക് ഈ 2 റിസീവറും ഈ കേബിൾ ഉപയോഗിച്ച് ഇൻഡിവിജ്വലി ചാർജ് ചെയ്യാം. അതിനാണ് ഈ കേബിൾ കൊടുത്തേക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. നിങ്ങൾക്കറിയാൻ കമൻറ്റ് ചെയ്യുക. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ ഇത് കണക്ട് ചെയ്തപ്പോഴത്തേക്കും ചാർജ് ആവുന്നുണ്ട്, ചാർജിങ് വർക്ക് ആവുന്നുണ്ട്. അതുവഴി ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാർജിങ് കേസിൻ്റെയും ഈ റിസീവർ ട്രാൻസ്മിറ്ററിൻ്റെ കാര്യം. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമല്ല. എനിക്ക് നമ്മൾ കൊടുത്ത പൈസയ്ക്ക് വർത്തണം തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മൈക്കിനൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. നമ്മൾ എടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ വീഡിയോയിൽ നോക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് അവരൊരു ലൈറ്റ്നിങ് പോർട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ ഇരിക്കേണ്ട ഒരു ഐഫോൺ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിസീവർ നമുക്ക് ഈ കണക്ടർ യൂസ് ചെയ്ത് ഐഫോണിൽ ലൈറ്റ്നിങ് കണക്ടർ യൂസ് ചെയ്ത് ഐഫോണിൽ ബാക്കിലോട്ട് 14-ൽ 13-ൽ ഇതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അപ്പം മൊത്തത്തിൽ സംഭവം കൊള്ളാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ അധികം ലെങ്തി ആക്കണ്ട. നമുക്കിതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഓഡിയോ ക്വാളിറ്റി വീഡിയോയും കൂടെ നമുക്കതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അറിയാൻ പറ്റും ഏകദേശം എത്രത്തോളം നമുക്കിതിനകത്ത് നോയ്സ് ക്യാൻസലേഷൻ കുറയ്ക്കണുണ്ട് എന്നുള്ളത്. ഇത്രയും നേരം നിങ്ങൾ ഈ കേട്ട ഓഡിയോ ഈ മൈക്കെന്നോ ഫോണിലെ മൈക്കെന്നോ ഒന്നുമല്ല. എൻ്റെ വേറൊരു മൈക്കുണ്ട്. അത് ഒരുപാട് നാൾ മുന്നേ, ഒരു 5-6 വർഷം മുന്നേ, 4-5 വർഷം മുന്നേ വാങ്ങിച്ചാണ്. അതിൻ്റെ ഓഡിയോ ആണ് നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള മൈക്കാണ് ഉണ്ടാവുക. പക്ഷേ അത് നമുക്ക് ഈ ഫോണിലൊന്നും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ആവുകയാണ്. ഓക്കെ, എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ കേൾക്കുന്ന വോയിസ് ഗ്രനാരോ എന്ന് പറഞ്ഞാൽ ഈ മൈക്കിൽ നിന്നുള്ള വോയിസാണ്. വിത്തൗട്ട് എനി നോയ്സ് ക്യാൻസലേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി നമുക്കുള്ള നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സീലിംഗ് ഫാൻ ഫുൾ സ്പീഡിൽ ഓണാണ്. പോയിട്ട് വെളിയിൽ അത്യാവശ്യം ചെറിയൊരു മഴയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു നോയ്സും ഉണ്ട്. പിന്നെ റൂമുകളിലൊക്കെ ഉണ്ട്. അത്രയാണ് നമുക്ക് ചുറ്റിയുള്ള നമ്മളെ ഓഡിയോയ്ക്ക് ഉള്ളൊരു നോയ്സ്. അപ്പോൾ ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഒന്നുമില്ല. നമുക്ക് ലെവൽ 1 ഓണാക്കി നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുമോ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം ചെക്ക് ചെയ്താലേ എനിക്കത് അറിയാൻ പറ്റുള്ളൂ.
അപ്പോൾ നമുക്കിപ്പം ലെവൽ 1 ആക്കാൻ വേണ്ടി വേറെ ഒന്നുമില്ല. ഇതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ലൈറ്റ് ഒറ്റ പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. ഓക്കെ, ഒറ്റ പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലെവൽ 1 നോയിസ് ക്യാൻസലേഷൻ ഇപ്പോൾ ഓണാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലെവൽ 1 നോയിസ് ക്യാൻസലേഷൻ ആണ്. ലെവൽ 2 പോകാൻ വലിയ പാടൊന്നുമില്ല. അതേപോലെ തന്നെ ഒറ്റ പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി. അപ്പോൾ 2 പ്രാവശ്യം ലൈറ്റ് ബ്ലിങ്ക് ആവും. അപ്പോൾ ലെവൽ 2 നോയിസ് ക്യാൻസലേഷൻ ആണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫാനിൻ്റെ സൗണ്ടൊക്കെ കുറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറയാൻ പറ്റും. വെളിയിൽ ചെറിയൊരു സൗണ്ടും മഴയുടെ സൗണ്ടും ഉണ്ട്. വലിയ സീനല്ല. ഇത്രയും ലെവൽ 2. ലെവൽ 3 നമ്മൾ പോവുകയാണ്. ലെവൽ 3 സ്വിച്ച് ചെയ്യാൻ പാടൊന്നുമില്ല. ജസ്റ്റ് ആ ബട്ടൺ ഒറ്റ പ്രാവശ്യം സിംഗിൾ ടാപ്പ് ഒറ്റ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ഗ്രീൻ ലൈറ്റ് 3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. നോക്കിയോ, 3 പ്രാവശ്യം ഇപ്പോൾ ബ്ലിങ്ക് ചെയ്ത് കാണും. 3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെവൽ 3 നോയിസ് ക്യാൻസലേഷൻ ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കേൾക്കുന്ന സൗണ്ട് ലെവൽ 3 നോയിസ് ക്യാൻസലേഷൻ ആയിരിക്കും. എത്രത്തോളം സൗണ്ട് കുറഞ്ഞിട്ടുണ്ട്, ഫാനിൻ്റെ സൗണ്ട് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട്, വെളിയിലെ സൗണ്ട്, ബാക്കിയുള്ള എന്തൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോ കേൾക്കുമ്പോഴത്തേക്കും എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഈ നോയിസ് ക്യാൻസലേഷൻ ലെവൽ. തിരിച്ച് നമുക്ക് വീണ്ടും നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്യണമെങ്കിൽ 3 ലെവലേ ഉള്ളൂ. 3 കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴത്തേക്കും സിംഗിൾ ലൈറ്റ് ആവും. അതായത് നോയിസ് ക്യാൻസലേഷൻ എല്ലാം ഓഫായിട്ട് നോർമൽ സൗണ്ടാണ് ഇപ്പോൾ കേൾക്കണം, വിത്തൗട്ട് എ നോയിസ് ക്യാൻസലേഷൻ. റിപ്പീറ്റ് വീണ്ടും പഴയത്. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്.